വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 24 തീയതി ഫെബ്രുവരി മാസം 2026. ഫെബ്രുവരി മാസത്തിന്റെ കോൺട്രാക്ട് തീരുന്ന ദിവസം. ഫെബ്രുവരി മാസത്തിന്റെ മന്ത്ലി കോൺട്രാക്ട് ഈ വീക്ക്ലി കോൺട്രാക്റ്റും എക്സ്പയറി ആകുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും അല്ലെങ്കിൽ ഡിമാൻഡും സപ്ലൈയും ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സപ്പോർട്ട്, അതായത് വീക്ക്ലി സപ്പോർട്ട് എന്ന് നമ്മളൊരു 4-5 ദിവസം മുന്നേ, അതായത് വ്യാഴാഴ്ച തന്നെ ഈ വീക്ക്ലി സപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്നു. വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ടെലഗ്രാം ചാനലിൽ ഈ ലെവൽസ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ദിവസം മാത്രം മിസ് ചെയ്തോളൂ. അതും അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ചത്തെ ആ ഒരു നല്ലൊരു ഫ്ലോ താഴെ പോയതിനു ശേഷം നിഫ്റ്റി താഴെ പോയതിനു ശേഷം നിഫ്റ്റിയുടെ മൊമെന്റം വലുതായിട്ട് കിട്ടാനുള്ള ചാൻസസോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള മറ്റേ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് നെക്സ്റ്റ് ഡേ ആ വീഴ്ചയ്ക്ക് ശേഷം എല്ലാവരും സർപ്രൈസ് ആയിരുന്നു നിഫ്റ്റി വീണത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തില്ല. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ലെവൽസ് ഇടാത്തത്. അതല്ലാതെ ഒരു 99% നമ്മൾ ലെവൽസ് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വീക്ക്ലി സപ്പോർട്ട് ഇത് ഇന്നലത്തെ ചാർട്ടാണ്, ഇന്നത്തെ ചാർട്ടല്ല, ഇന്നലെ ടെലഗ്രാം ചാനലിൽ ഇട്ടതാണ്. എക്സാക്ട്ലി ഈ മുകളിലുള്ള റെസിസ്റ്റന്റ് 25,765 അവിടെ റെസിസ്റ്റന്റ് എടുക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്ലൈ വരികയും താഴെ 25,590 അവിടെ, അതാണ് വീക്ക്ലി സപ്പോർട്ട് നിട്ടിരുന്നത്. വീക്ക്ലി സപ്പോർട്ടിന്റെ അവിടെ സപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഈ ക്ലോസ് മുകളിൽ തന്നേക്കുന്നത്, ഡേ ഓപ്പണിന്റെ മുകളിലാണ് ക്ലോസ് തന്നേക്കുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. അതേപോലെ പോയിന്റ് ഓഫ് കൺട്രോൾ ഒക്കെ എത്ര പേര് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇന്നത്തെ ചാർട്ടാണ് നമ്മൾ ഇടുന്നത്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 80 രൂപയാണ്, 80 റുപ്പീസ് ആണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. സപ്പോർട്ട് ആണെങ്കിൽ 66 ആണ്, 66 ആണ് സപ്പോർട്ട്. അത് സിയിലാണോ പിയിലാണോ നിങ്ങൾ നോക്കുക. എങ്കിലും വീക്ക്ലി സപ്പോർട്ടിന്റെ താഴെ നിഫ്റ്റി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ലോ, അതായത് ഈ ദിവസത്തെ ലോ ടാർഗറ്റ് വെച്ചുകൊണ്ട് നോക്കാവുന്നതാണ്. അതായത് 20-ാം തീയതിത്തെ ലോവിന്റെ താഴെ വരാനുള്ള സാധ്യത ഉണ്ട്, വീക്ക്ലി സപ്പോർട്ടിന് താഴെ നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ. അതുപോലെ 25,830 എന്ന് പറയുന്ന മുകളിലൊരു ലെവലുണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഇതാണ് ഇന്നത്തെ ലെവൽസ്. വീക്ക്ലി റെസിസ്റ്റന്റ് 26,055 എക്സ്പയറി ഏറെക്കുറെ 25,700 തീരേണ്ടതാണ്. 25,700 ആകുമ്പോഴത്തേക്കും എക്സ്പയറി തീരേണ്ടതാണ്. എക്സ്പയറി അവിടെയാണ്. എവിടെ പോയാലും റൊട്ടേഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും സ്ട്രാഡിലാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ദിവസങ്ങളായിട്ട്. അപ്പൊ ഈ ലെവലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലെവലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് 18-ാം തീയതിയാണ് തുടങ്ങിയത്. എന്നിട്ട് ചെറിയൊരു ലെവലിലാണ്, ഈ ഒരു വീഴ്ച അല്ലാതെ ചെറിയൊരു ലെവലിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.